എൻ്റെ പേര് ബേബി ചാക്കോ. അടുത്ത പരിചയമുള്ളവർക്ക് ബേബി ചായ എന്ന് വിളിക്കും. ഞാൻ കോഴിക്കോട് ജില്ലയിൽ പടത്തുകളവ് എന്ന ഇടവകയിലാണ്. ശാലോമരക്കാട്ടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ. ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ മുന്നേറ്റത്തിന് ആദ്യകാലത്ത് തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട ആളാണ്. എൻ്റെ സഹോദരി ആരിസ് ചേച്ചിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ. ഞാൻ പറയാൻ പറ്റുന്ന പോയി, ഞാൻ എയർഫോഴ്സിലായിരുന്നു. അന്ന് 5 കൊല്ലം ബോംബെയിലായിരുന്ന കാലത്താണ് കരിസ്മാറ്റിക് നവീകരണത്തെ ബന്ധപ്പെടുന്നതും. പിന്നീട് അങ്ങോട്ട് എൻ്റെ അവധിക്കാലവും പ്രവർത്തനങ്ങളും എല്ലാം ഒരുമാതിരി കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ നേതാക്കന്മാരുടെ പരിചയപ്പെടുന്നതും ഏതെങ്കിലും പ്രോഗ്രാം പറ്റുന്നത് കൂടുന്നതും. കേരളം മാത്രമല്ല, ദേശീയ പ്രോഗ്രാമൊക്കെ എല്ലാത്തിനും ഞാൻ എൻ്റെ ദിവസങ്ങളും വർഷങ്ങളും അവധികളൊക്കെ മാറ്റി വെച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കേരള ഘടകത്തെ ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ആരിശേഷി വഴിക്ക് ബഹുമാനപ്പെട്ട പള്ളിവാതിലച്ഛനെ പരിചയപ്പെടുന്നത്. അച്ഛൻ അന്ന് ഇൻവോൾവ് അല്ലായിരുന്നു. 80-85 എൻ്റെ ഓർമ്മ കൊണ്ട് അച്ഛൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം അച്ഛൻ തുടക്കം മുതലേ യൂത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ആളാണ്. ഒരുപാട് പ്രതിബദ്ധത. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾ ഓർക്കാട്ട് നീറ് പോലെ പ്രവർത്തിക്കുന്ന, ഉറുമ്പ് പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനെ പറയാറുണ്ട്. വിശ്രമവുമില്ല, ഒന്നുമില്ല. അതുപോലൊരു വിഷണറി, നല്ല ദർശനമുള്ള ആളാണ് പള്ളിവാതിലച്ഛൻ. ഞാൻ പരിചയപ്പെടുമ്പോൾ അച്ഛൻ ആലുവയിലെ ലയോള എന്ന ജസ്യൂട്ട് സ്ഥാപനത്തിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് കരിസ്മാറ്റിക് നവീകരണൻ്റെ ഹെഡ് ഓഫീസ് പറയാവുന്നത് അവിടെയും ഒക്കെ ആയിരുന്നു, താൽക്കാലികമായിട്ടൊക്കെ. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നതും ആദ്യകാലത്തെ പരിചയമൊക്കെ. പിന്നീട് അങ്ങോട്ട് 84 അവസാനമാണ് എനിക്ക് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർമെൻറ്റ് കിട്ടുന്നതും. പിന്നെ ഞാൻ ഫുൾ ടൈം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. എനിക്ക് കുടുംബമില്ല, ഞാൻ വിവാഹിതനാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഗവൺമെൻറ് പെൻഷൻ കിട്ടുന്നതുകൊണ്ടും പിന്നെ ആവശ്യമുള്ള തോന്നിയുകൊണ്ട് ഒരു പ്രതിബദ്ധത പോലെ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ വരുമ്പോൾ 84 അവസാനം വരുമ്പോൾ ജീസസ് യൂത്ത് 85-ൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പം നേരെ വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലേക്കാണ്. എനിക്ക് 36 വയസ്സാണ്. അതിലേക്കാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം അന്ന് തന്നെ ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റുള്ള ആളെ വേണമെന്ന് ഒരു നോട്ടമിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് ജീസസ് യൂത്ത് 85 കഴിഞ്ഞ പാടെ അന്നാണ് കളമശ്ശേരിയിലുള്ള നമ്മുടെ സ്ഥാപനം എമ്മാവൂസ് കരിസ്മാറ്റിക് ലീഡറായി വിട്ടുകിട്ടുന്നത്. ഒരു വീടും പരിസരവും എല്ലാം കൂടെ. അപ്പോൾ അന്നത്തെ ഡയറക്ടറായിരുന്ന ആൾക്ക് കളമശ്ശേരിയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, പ്രായം കൊണ്ട് തന്നെ. അപ്പം എന്നോട് നേരെ ആ പള്ളിവാതിലച്ഛൻ ചോദിക്കുമായിരുന്നു, തനിക്ക് എടുക്കാൻ പറ്റുമോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനൊരു ടെക്നീഷ്യനാണ്, ഓഫീസ് മാനേജ്മെൻറ്റും പേഴ്സണൽ ഇരിക്കുന്നത് എന്നെ കൂടെ പറ്റില്ല. അത് എൻ്റെ സ്വരത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് സ്ട്രെയിൻ വരും, പഴുപ്പായിരിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറയുമ്പോൾ ആരുമില്ല, ആരെങ്കിലും വരുമ്പോൾ ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധം, അച്ഛനുമായിട്ടും KST ആയിട്ടുമൊക്കെയുള്ള ബന്ധം, എമ്മാവൂസ് സ്ഥാപനത്തിൻ്റെ വളർച്ചയും. അങ്ങനെ ഞങ്ങൾ 7 കൊല്ലത്തോളം ഞാൻ തുടർച്ചയായിട്ട് ഞാനതിൻ്റെ ഡയറക്ടറായിരുന്നു. ആ 7 കൊല്ലവും എൻ്റെ ഏറ്റവും അടുത്ത സഹകാരി എന്ന് പറയുന്നത് പള്ളിവാതിലച്ഛനായിരുന്നു. ഓരോ ദിവസവും അച്ഛൻ എറണാകുളത്തെ കലൂർ ജ്യോതിസിലായിരുന്ന കാലത്ത് എല്ലാ ദിവസവും തന്നെ അച്ഛൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് കരിസ്മാറ്റിക് റെന്യൂവലായിരുന്നു. ഈ സ്ഥാപനം വാങ്ങിയത് മുതൽ അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഓരോ മൺതരി പോലും അച്ഛനെ ഓർക്കുന്നുള്ളതാണ്. അത്രയും സാമ്പത്തിക ക്ലേശമുള്ള കാലത്ത് അപ്പോൾ വീട് വാങ്ങിയതിൻ്റെ കടം വീട്ടാനുണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ട്, യൂത്ത് ഫോർമേഷനുണ്ട്. അങ്ങനെ ഹെക്റ്റിക്കായിട്ടുള്ള അത്രയും തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു അവിടെ ആയിരുന്നത്. അപ്പോൾ ആദ്യകാലത്തെ ബാലപീഠ കാലത്തൊക്കെ എന്നും ആശ്വസിപ്പിച്ചിരുന്ന അച്ഛനായിരുന്നു. അന്നത്തൊക്കെ ചെയർമാൻ അച്ഛൻ തന്നെയായിരുന്നു. പിന്നീട് ചെയർമാൻമാർ മാറിയെങ്കിലും എനിക്ക് മാറ്റം വരികയാണ്. കാരണം എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് എന്ന് ഞാൻ തന്നെയായിരുന്നു. ഇവർ 7 കൊല്ലവും പള്ളിവാതിലച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അച്ഛനെ പറ്റി എനിക്കുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രതിബദ്ധതയാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അച്ഛൻ അത് ചെയ്തിരിക്കും. ജീസസ് യൂത്ത് പൊതുവെ പറയാറുണ്ട്, ഒരു വലിയൊരു ക്രൈസിസ് വന്നാൽ പള്ളിവാതിലച്ഛനോട് പറഞ്ഞാൽ അച്ഛനത് പരിഹരിച്ചിരിക്കും. പ്രത്യേകിച്ച് അന്ന് ബിഷപ്പ്മാരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പോകുമ്പോൾ യൂത്തിനൊക്കെ അന്ന് ഭയമായിരുന്നു. എന്നാലും അച്ഛനിടയ്ക്ക് നിന്നാൽ പിള്ളേർക്കത് പരിഹരിക്കപ്പെടുമെന്ന് അറിയാം. അതുപോലെയുള്ള കോണ്ടാക്റ്റുകൾ, അതുമാതിരി സാമ്പത്തികം പരിഹരിക്കാനുള്ളൊരു ക്ഷമ, ആരെയും കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്ന് സ്നേഹപൂർവ്വം പൈസ വാങ്ങിക്കാനുള്ള ആ തയ്യാറെടുപ്പും സന്മനസ്സും ആൾക്കാർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളത് എനിക്ക് എമ്മാവൂസിലായിരുന്നപ്പോൾ പലപ്പോഴും നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല,
കൺസ്ട്രക്ഷൻ വരുന്നു, അതിന് കാര്യമില്ല. അപ്പോഴൊക്കെ എന്നെ ആശ്വസിച്ചിരുന്ന വള്ളിവാക്കച്ചനാണ്. അന്നുണ്ടായിരുന്ന സർവീസ് ടീമിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോരുത്തർ ആ ടീം വർക്കും ഒരു വേർതിരിവില്ലാതെ എൻ്റെ കൂടെ തന്നെ കൂടെ നടത്തിയിരുന്ന അച്ഛൻ ഓരോ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഒരു പമ്പ് മേടിക്കേണ്ട ആവശ്യം വന്നപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ വന്നപ്പോഴും എല്ലാം അതുപോലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് മടുത്തു പോയായിരുന്നു. കാരണം ഈ വർക്കെല്ലാം കൂടെ വരുമ്പോൾ അതിനിടയ്ക്കുള്ള കൺവെൻഷൻസ്. അച്ഛനൊരു ഒരു 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 വർക്കർ മാത്രമല്ല, എന്തെല്ലാം ഓർഗനൈസിങ് കപ്പാസിറ്റി എന്നറിയാമോ. അതായത് വേണ്ടി വന്നാൽ കൺവെൻഷൻസ് ഓർഗനൈസ് ചെയ്യാൻ ആ ടീം വർക്ക്. ഞാൻ ഓർക്കാറുണ്ട് എന്തുമാത്രം ഒരു ജെസ്യൂട്ടിന് കിട്ടിയ ഫോർമേഷൻ്റെ എന്തുമാത്രം ടാലൻറ്റ് അച്ഛനുണ്ടായിരുന്നുള്ളത്. തീരെ ക്ഷീണമാകുന്ന പോലും അറിയില്ല. അങ്ങനെ അസുഖം പിടിച്ച് കിടന്നാൽ ഞാൻ ഓർമ്മ പോലുമില്ല. അങ്ങനെ അച്ഛനെ എന്തു വന്നാലും അച്ഛൻ അതുപോലെ ഒരു പ്രതിബദ്ധത ഉള്ള മനുഷ്യൻ. ഞാൻ ഓർക്കാറുണ്ട് ഇതുപോലെ ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ വളർന്നത്. അത് നേതൃത്വത്തിൻ്റെ വാസന, അതുപോലെ ധ്യാനിപ്പിക്കാൻ യൂത്തിനെയൊക്കെ ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ നന്നായിട്ട് അച്ഛൻ ശാസിക്കും, ശിക്ഷിക്കും. അതുപോലെ ഫുൾ ടൈമേഴ്സിനെ അച്ഛൻ ഓരോരുത്തരുടെയും വീട്ടിൽ പോകും, അവരുടെ വീട്ടുകാരെ പരിചയപ്പെടും. ഇപ്പോഴും അച്ഛൻ സുഖമില്ലാതെ കിടന്ന കാലത്തൊക്കെ എന്തുമാത്രം പേരാണ് തന്നെ വന്ന് കാണുന്നതൊക്കെ. എനിക്കൊന്ന് ജസ്റ്റ് ക്രൈസ്റ്റ് തന്നെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്നാലും ഏത് അവസ്ഥയിലാണെങ്കിലും ആകുമെങ്കിൽ അച്ഛൻ എൻ്റർടൈൻ ചെയ്തിരിക്കും, വന്നിരിക്കും, കണ്ടിരിക്കും. ഇത്രയും കാലം നവീകരണത്തെ സ്നേഹിക്കുകയും അതുപോലെ ഇത്രയും പ്രത്യേകിച്ച് ആൾബന്ധം, മനുഷ്യരുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും യൂത്തിനെ വളർത്താൻ വേണ്ടി അത്രയും താല്പര്യമെടുക്കുകയും ചെയ്ത അച്ഛൻ്റെ വേർപാടിൽ എനിക്കൊത്തിരി ദുഃഖമുണ്ട്. അത്രയും കാലം ഒന്നിച്ച് ഇടപെട്ട് ജീവിച്ചതിൻ്റെ നല്ല ഓർമ്മ എനിക്ക് ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അച്ഛനെക്കുറിച്ച് ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് ഞങ്ങളൊന്നിച്ച് ടീമിൽ വർക്കായിരുന്ന കാലത്തുള്ളത്. അതുപോലെ ഓരോരുത്തരും ഓർത്തിരിക്കുന്നതും എപ്പോൾ കണ്ടാലും. കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ചെന്നപ്പോൾ അച്ഛൻ മയങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ തരുന്ന അച്ഛനോട് ചോദിച്ചു, ഉറങ്ങുകയാണെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പോകല്ലേ എന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിച്ചു. അച്ഛൻ മയക്കിടക്കായിരുന്നു. പക്ഷേ എൻ്റെ സ്വരം കേട്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. അതുമാതിരിയുള്ള കൺസേൺ. എത്രമാത്രം പേര് എന്നെ വിളിക്കുക ചോദിക്കാറെന്നറിയോ, അച്ഛൻ സുഖമുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് വലിയൊരു ദുഃഖമാണ്. നമുക്കറിയാം, ജീവിതത്തിലെല്ലാം കരിസ്മാൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്. വേർപാട് ഒരിക്കലും ഒരു സങ്കടമല്ല, ദുഃഖമല്ല. അത് നമ്മൾ ഒരു വലിയ പ്രത്യാശയാണ്. അച്ഛൻ ധാരാളം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അച്ഛന് വലിയ എത്രയും വേഗം തമ്മിലെ കൂടെയുള്ള ആ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അച്ഛനെ പ്രാർത്ഥനകൾ ഓർക്കാം. പ്രൈസ് ദി ലോർഡ്.